ചില പെണ്ണുങ്ങളുണ്ട്, ഇവിടെ ഉണ്ടോ എനിക്കറിയില്ല, ഭയങ്കര ചൊല്ലലിന്റെ ആൾക്കാരാ. ചൊല്ലന്നെ ഫുള്ള് ചൊല്ലല്, ഇങ്ങനെ ചൊല്ലല്. ഭർത്താവായിട്ട് എന്നും അടി, ചൊല്ലിയിട്ട് ഇങ്ങോട്ട് മറിച്ചിട്ട് ചൊല്ലല്ല വേണ്ടി, ഭർത്താവിന്റെ അടുത്ത് ചെല്ല വേണ്ടി, ചെല്ല ഭർത്താവിന്റെ അടുത്ത് ഇക്കാ എന്താ വേണ്ടി കാ ചോദിക്കുക ചൊല്ലുന്നതിന് പകരം. എന്നിട്ട് പറയും ഞാൻ അസ്തഫുറുല്ലാ ചൊല്ലണം, നിങ്ങൾ പൊയ്ക്കൊല്ലി കൊടുക്കുന്നത്. ഈ പെണ്ണിന്റെ പൊരുത്ത് ഈ ഭർത്താവിലെ കിടക്കുന്നത്. ഈ പെണ്ണുങ്ങൾക്ക് സുഖം എന്താണെന്നറിയോ? നിങ്ങൾ ഒരൊറ്റ ആളെ പൊരുത്തം വാങ്ങിയാൽ നിങ്ങൾക്ക് സ്വർഗ്ഗം ഉറപ്പാ. ആരാ? ഭർത്താവ്. ഈ ഭർത്താവിന് കുറച്ച് ചില പെണ്ണ് ഭർത്താവ്, എന്റെ ഭർത്താവിന് കുറച്ച് മോശപ്പെട്ട സ്വഭാവം. ശരി, അയാൾക്ക് ഭർത്താവ് എന്നുള്ള അർത്ഥത്തിൽ പൊരുത്ത ആൾക്കില്ലേ, അത് വാങ്ങിക്കോ. സ്വഭാവം അള്ളാഹുത്താൽ മാറ്റി, അങ്ങനെ ഉണ്ട് ആർക്കെങ്കിലും അള്ളാഹുത്താൽ മാറ്റി കൊടുക്കുക, വേണ്ടി ദ്വാരക്കുക, കരഞ്ഞ് അള്ളാഹിനോട് ദ്വാരക്കുക. അവിടെ കച്ചറുണ്ടാക്കുകയല്ല. ദീൻ നമ്മൾ ബേസിക്കലി മനസ്സിലാക്കുന്നുള്ളൂ, അതിന്റെ കുറച്ച് ആഴത്തിൽ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് പ്രശ്നം. ഒരു കഥ പറഞ്ഞുതരാം. റിഫായി ശിറല്ലാഹുവിന്റെ ശിഷ്യന്മാരിൽ പെട്ട ഒരാൾ റിഫായി ശിറല്ലാഹുവിനെ സ്വപ്നം കണ്ടു. എങ്ങനെ? റിഫായി ശിറല്ലാഹു റസൂലുള്ളാഹിന്റെ കൂട്ടത്തിൽ, സ്വർഗത്തിൽ ശുദ്ധീകരണങ്ങളുടെ കൂട്ടത്തിൽ വലിയ ദർജയിൽ എത്തിക്കഴിഞ്ഞതായിട്ട് സ്വപ്നം കണ്ടു. അപ്പൊ ഇതിന്റെ വ്യാഖ്യാനം അറിയാൻ വേണ്ടി റിഫായി ശിറന്റെ അടുത്ത് ചെന്നു. അവർ ജീവിച്ചിരിപ്പുണ്ട്. ചെന്നപ്പോ എന്താ കാണുന്നത് അറിയോ? റിഫായി ശിറല്ലാഹുവിന്റെ ഭാര്യ റിഫായി ശിറല്ലാഹുവിന്റെ ചട്ടകം കൊണ്ടിങ്ങനെ ചൂടാക്കിയിട്ട് ശരീരത്തിൽ വെച്ച് പൊള്ളിക്കുക. എന്നിട്ട് പറയുന്നുണ്ട് 500 ദീനാർ തരാൻ. അടുത്ത് എപ്പോഴാ തിരിച്ചിട്ട് ഭർത്താവിനെ ഇങ്ങനെ ഉപദ്രവിക്കുകയാണ് ഈ അവരുടെ ഭാര്യ. അപ്പൊ ഈ ശിഷ്യന്മാർ ഇതിന്റെ വ്യാഖ്യാനം ചോദിക്കാൻ ചെന്നല്ലേ, ഇതൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് തൽക്കാലം ഉസ്താദിന് 500 ദീനാർ ഉണ്ടാക്കി കൊടുക്കുക, എന്നാൽ ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുമല്ലോ. അങ്ങനെ അവർ ഓടിപ്പോയിട്ട് ശിഷ്യന്മാരെല്ലാം കൂടി 500 ദീനാർ ഉണ്ടാക്കിയിട്ട് കൊണ്ടു ചെന്നപ്പോ നിങ്ങൾ സ്വപ്നം കണ്ട ചോദിക്കാൻ വന്നല്ലേ എന്ന് ചോദിച്ചു. എന്തുകൊണ്ടാണ് ദർജ കിട്ടിയതെന്നല്ല നിങ്ങൾക്ക് അറിയേണ്ടത്, ഇതുകൊണ്ടാണ് ദർജ കിട്ടിയത്. അപ്പൊ ഈ പൈസ വേഗം കൊടുത്താൽ ദർജ കിട്ടൂല. മനസ്സിലായത്? അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അതിന്റെ അടയാളം എന്താ? അവർക്ക് പരീക്ഷണങ്ങൾ നൽകും. ഏറ്റവും പ്രിയപ്പെട്ടതിലോ പ്രിയപ്പെട്ടവരിലോ ആണ് പരീക്ഷണം നൽകുക.